സുധിയേട്ടന് ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ ചേച്ചി അഭിനയിക്കുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു സുധിയേട്ടനോട്? അന്നേരം ഒന്നും അവസരമൊന്നും വന്നില്ല. വന്നാൽ സുധിയേട്ടൻ സമ്മതിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അന്ന് എനിക്ക് ഇതിപ്പം ജോലിയും പാഷനും കൂടാണ്. അന്ന് എനിക്ക് അതിൻ്റെ ഇതില്ലായിരുന്നു. വിളിച്ചാൽ പോവായിരുന്നു. പക്ഷേ അതിന് മുന്നേ ഒരു ഓണപ്പരിപാടിക്ക് ഒരു പ്രൊഡ്യൂസർ വീട്ടിൽ വന്നു സുധിയേട്ടനോട്. സുധിയേട്ടനെ കിട്ടിയ സമയത്ത് ഏഷ്യനെറ്റ് പുറത്തുള്ളൊരു ചാനലിൻ്റെ ആണെന്ന് തോന്നുന്നു, ഏഷ്യനെറ്റിനകത്താന്ന് തോന്നുന്നു, അത് ഓണപ്പരിപാടിയാണെന്ന് തോന്നുന്നു, പുറത്തായിരുന്നത്. അപ്പം അന്ന് ഒരു പ്രൊഡ്യൂസർ നമ്മുടെ വീട്ടിൽ വന്ന് സുധിയേട്ടനോട് അപ്പം ചോദിച്ചു വൈഫ് അഭിനയിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, എന്ന് സുധിയേട്ടൻ സപ്പോർട്ടായിട്ട് നിന്നാൽ മതിയെന്ന്. നമുക്ക് സുധിയേട്ടൻ സപ്പോർട്ടായിട്ട് നിന്നാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ ഇപ്പോൾ സാഹചര്യം വന്നു, അഭിനയിച്ചു. അല്ലാതെ ഇതിനോട്ട് ഞാൻ വന്നല്ലോ, ഒരു ഒഴുക്കിന് പെട്ട് വന്നോ. ഇനിയിപ്പോ ഇത് തുടരെ ഇങ്ങനെ ഇതിലേക്ക് ഇപ്പോൾ സിനിമയിലേക്കും അങ്ങനെ വരാനുള്ള തിരക്കല്ലേ ചേച്ചി? ഇനി തുടരെ സിനിമയിലും ഇതിലേക്ക് വിളിച്ചാൽ ഞാൻ തുടരെ തന്നെ ചെയ്യും. സിനിമ വിളിച്ചാൽ ചെയ്യും. എന്തും ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ ഓക്കെയാണ്. ഈ സ്ക്രിപ്റ്റ് ഒക്കെ ചേച്ചി തന്നെയാണോ കൈകാര്യം ചെയ്യുന്നത്? ചേച്ചിക്ക് വരുന്ന സ്ക്രിപ്റ്റ് ഒക്കെ ചേച്ചി തന്നെയാണോ? എനിക്ക് വേറെ ആരും ഇല്ലല്ലോ വായിക്കാനും, മാനേജറൊന്നും ഇല്ല. ഞാൻ തന്നെയാണല്ലോ. അല്ല, ഈ പല ആൾക്കാർ ഈ ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആദ്യം മാനേജറെ കണക്ട് ചെയ്യണം എന്നൊക്കെ പറയണ്ടേ? ഇല്ല, ഞാൻ തന്നെ എന്റെ മാനേജർ. കാരണം ഇനി എന്താ പറഞ്ഞ പ്രോഗ്രാമല്ല ഞാൻ മാനേജറായി കഴിഞ്ഞാൽ ലൈഫൊക്കെ ഒന്ന് ചേഞ്ച് ആവും. നല്ല കൊള്ളാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് ചേട്ടാ വേണ്ട. ഈ സൗഹൃദം ഇങ്ങനെ അങ്ങ് പോയാ പറ്റും. ഈ സുധിയേട്ടൻ്റെ ഫ്രണ്ട്സായ ഏതെങ്കിലും സിനിമ നടന്മാരോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഒക്കെ വിളിച്ചിട്ടുണ്ടോ? അവസരം വിളിക്കാറുണ്ട്. ചാന്തുകുളഞ്ഞൊരു സൂര്യന്മാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പേരുകെട്ട ഡയറക്ടേഴ്സാണ്. അവർ വിളിച്ച് അഭിനന്ദിച്ചു. നന്നായിട്ടുണ്ട് രീണു, നന്നായിട്ട് വരട്ടെ. സുധിച്ചേട്ടൻ ചെയ്ത ഒരു കോമഡി ഉണ്ട്, ലാലേട്ടൻ്റെ ഫാനായിട്ട്, ഉടുക്കത്തെ ഫാനായിട്ട് സുധിച്ചേട്ടൻ. ആ കോമഡി എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു? ഏതാ മറ്റേ പണ്ട് ചെയ്തത്? പിന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആ സമയത്തൊക്കെ അത് കാണുമായിരുന്നു. എടാ, ചേച്ചിയുടെ കളിയാക്കി രണ്ടുപേരും വീഡിയോ അതിനെ കുറിച്ചൊന്നും പറഞ്ഞു ചേച്ചി. ചേച്ചിയുടെ ഇതൊക്കെ രണ്ടുപേര് അതിനെ കുറിച്ച് ചേച്ചി പറഞ്ഞു. രണ്ടുപേര് ചേച്ചിനെ അത് മോശമാണ്. കാരണം അവരോടൊന്നേ പറയാനുള്ളൂ. കാരണം കുറച്ചൊക്കെ കുഴപ്പമില്ല, ഒരു ഓവറായിട്ട് അവന്മാര് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ ഞങ്ങളെ പോലുള്ള പ്രേക്ഷകർക്ക് നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാനുള്ള ഒരു ഇത് കണ്ടോ. അപ്പൊ മല്ലൂർ റാപ്പർ കേൾക്കുവാണെങ്കിൽ കേട്ടോണം. കാരണം എന്ന് വെച്ചാൽ ക്ഷമിക്കാനുള്ള ഇതാണ് മനസ്സ്. അവർക്ക് കണ്ടന്റ് ക്ഷാമമായിരിക്കും, അല്ലാണ്ട് പിന്നെ പറയണം. അത് ചേച്ചിയുടെ ഒരു സംഭവങ്ങൾ എടുത്ത് ചെയ്യണത്. പ്രതീക്ഷ വരുമോ ചേച്ചി? മലയാള സിനിമയിലെ തേച്ചതാണോ? പ്രതീക്ഷ തേച്ചതാണോ? അല്ല, വരുന്നവരുടെ പറ്റിച്ചതാണോ ചോദിക്കുക. അവൻ ദൂരെന്നല്ലേ തന്നെ, നാട്ടിൽ നിന്ന് തന്നെ. അല്ല, അവിടെ നിന്നല്ലേ തന്നെ, നാട്ടിൽ നിന്ന് തന്നെ. അപ്പൊ താമസിക്കും. ചായയും കടയും തീർന്നല്ലോ, അത് വലിയൊരു ഭാഗ്യം. വന്നായിരുന്നു, പക്ഷെ കണ്ടില്ല. അല്ല, അവിടെയൊക്കെ നോക്കി. എടാ, ചായയും കടയും കൊടുക്കണം. പ്രതീക്ഷയും പോയി. ചേച്ചി ബിഗ് ബോസിന്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് താല്പര്യമുണ്ടോ? വിളിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്കറിയില്ല, അത് വിട്ടേക്കുവാ. എനിക്കറിയില്ലാത്ത കാര്യമാണ്. പൂർണ്ണമായിട്ട് ഇപ്പോഴെന്നല്ല, അവരെപ്പോഴും സപ്പോർട്ടാണ്. ഇപ്പോഴെന്നല്ല, ഞാൻ എന്ന് അഭിനയത്തിലോട്ട് വന്നു അന്ന് തൊട്ട് എൻ്റെ മക്കളെന്നെ സപ്പോർട്ടാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ചേച്ചി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. വലിയ പാട്ടുകാരിയല്ല, പാട്ടുകാരിയല്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ പാടുന്നതാണ്. അതല്ലേ ഇപ്പൊ പാടിയത്. ചാഞ്ചാടിയാടി ഉറങ്ങി, ചരിഞ്ഞാടിയാടി ഉറങ്ങി, ആകാശത്തു ഞാൻ കാണാക്കിനാക്കം
ചാഞ്ചാടി ചരഞ്ഞാടി ഉറങ്ങി ആകാശത്തു ഇതെൻ്റെ കിച്ചുവിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു. അവനെ ഞാൻ പണ്ട് പാടി കേൾപ്പിച്ചിട്ടുള്ള പാട്ടാണ്. ചേച്ചിക്ക് ഏതെങ്കിലും പാട്ട് ഇഷ്ടമുണ്ടായിരുന്നു? ചേച്ചി പാടി കൊടുക്കാറില്ല അങ്ങനെ? ചേട്ടന് ഞാൻ അങ്ങോട്ട് പാടി കൊടുക്കാറില്ല, ആൾ ഇങ്ങോട്ടേ പാടി. ഏത് പാട്ടാണ് ചേട്ടനൊക്കെ ചേച്ചിക്ക് വേണ്ടി? ആളുടെ അടുത്ത് ഞാൻ എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്, കാണാനഴകുന്ന. അതാണ് അവൻ പാടിക്കുന്നത്. ഒന്ന് ചേട്ടന് വേണ്ടി എപ്പോഴും പാടും. ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് അത് കാരണം ഏത് വേദി ചെന്നാലും സൂചിച്ചേട്ടൻ കേട്ടിട്ടുണ്ടായിരിക്കും. സൂചിച്ചേട്ടനെ എവിടെ ചെന്നാലും കാണാനഴകുള്ള പാടും. ഞങ്ങൾ ചേട്ടൻ മരിക്കണതിന് 2-3 ആഴ്ച മുന്നേ ഒരു തീർത്ഥാംസം വിളിച്ചിരുന്നു. അല്ല, 2 മക്കളുടെ ഒരു ആദ്യ കുർബാന വിളിച്ചിരുന്നു. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് മാറിയിരിക്കും. അപ്പം ഞാൻ കാണാനഴകുള്ള കേൾക്കുന്നത് എവിടെ നിന്നാണെന്ന് ഓടിച്ചൊന്നും ആരുമില്ല. മൈക്കൊക്കെ വെച്ച് തന്നെ ഇരുന്ന ആൾ പാടുകയാണ്. ഞാനിത് മുഴുവൻ പാടിയിട്ട് വരാം. ഞാൻ ചോദിച്ചോട്ടാ വാ പോകാം. ഇല്ല, ഇത് മുഴുവൻ പാടിയിട്ട് വരാം. ആരുമില്ല, തന്നെ ഇരുന്ന് പാടുകയാണ്. എവിടെ ചെന്നാലും ആൾ ആ പാട്ടാണ് പാടുക. 2 ലൈൻ പാടാം. എനിക്ക് ഏട്ടൻ്റെ അത്രയും പാട്ടൊന്നും അറിയില്ല. കാണാനഴകുള്ള മാണിക്കക്കുയിലേ, കാടാറുമാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മണിമാവിൻ്റെ കൊമ്പില് പെൺകുയിലാളൊത്തു വന്നാട്ടെ, നിന്റെ പെൺകുയിലാളൊത്തു വന്നാട്ടെ, കാണാനഴകുള്ള മാണിക്കക്കുയിലേ, കാടാറുമാസം കഴിഞ്ഞില്ലേ, വന്നാട്ടെ 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 വന്നാട്ടെ. ചേട്ടന് വേണ്ടി ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു പാട്ട്. ഞാനിത് പാട്ട് പാടുന്നത് അതെ, ആയുഷ്കാലം മൂവിയില് ഒരു പാട്ട് പാടി തരാൻ പറ്റും? എനിക്കൊന്നും അറിയില്ല. മൗനം സ്വരമായി ചേച്ചിക്ക് പറ്റുമോ? അറിയില്ല. എന്നിട്ട് ഞാൻ വേർഡ് തെറ്റിച്ചിട്ട് വേണം അടുത്ത റിയാക്ഷൻ വീഡിയോസ് ചേച്ചി പ്രേക്ഷകരുടെ ആവശ്യമുണ്ട്. പെരേര ചേച്ചിനെ എടുത്ത് പൊക്കിന്ന് പറഞ്ഞില്ല? എന്തോ പെരേര ചേച്ചിനെ എടുത്ത് പൊക്കിയില്ല, ആട്ടായം പൊക്കുമെന്ന് ചോദിച്ചു. പൊക്കി കറക്കുമെന്ന് ചോദിച്ചു. അല്ല, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ അതിനുള്ള ഇതെല്ലാം കണക്കോട്ടം അല്ല, അതുകൊണ്ടാണ് ഞാൻ പ്രഷർ ആവശ്യമാണ്. കുറച്ച് പ്രഷർ പറഞ്ഞു പെരേര എടുത്ത് പൊക്കിയാലേ നമ്മൾ ആ ഒരു ഇതല്ലല്ലോ. അതുകൊണ്ടല്ലേ. പക്ഷെ നമ്മളെ അനിയനും അനിയത്തിയാണ്. അനിയനും അനിയത്തിയും ചേട്ടനും അനിയത്തിയും ഇവിടുത്തെ ആ ചാൻസ് പോയി. എനിക്ക് 40 വയസ്സ് 30 വയസ്സ് അല്ല 40 50 എന്നൊക്കെ പറയുന്നത്. എനിക്ക് 33 വയസ്സ് 34 വയസ്സാണ്. സെപ്റ്റംബർ 7 ആകുമ്പോൾ 1991 ആണ്. സെപ്റ്റംബർ 7 ആണ് എൻ്റെ ആധാർ കാർഡ് കാണിക്കണമെങ്കിൽ കാണിക്കാം. ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ട് വന്നു ഇന്ന് രേണു ചേച്ചിനെ എടുത്ത് കറക്കണ വീഡിയോ വരും എന്നൊക്കെ പറഞ്ഞായിരുന്നു. വൈറലാവണ ഒരു സബ്ജക്റ്റ് കണ്ടക്റ്റാന്ന് പറഞ്ഞു. പക്ഷെ പോയി. അത് പോയി. പ്രേക്ഷകരോട് ഒരു കാര്യം പറയാൻ ക്ഷമിക്കണം. അപ്പൊ അത് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള ഇതില്ല. ഇതിന്റെ പേര് പൊങ്കാലയിടരുത്. എന്നെ പൊങ്കാലയിടരുത്. ഞാൻ അത് തന്നെ. കാരണം ഇത് അമ്പലം എല്ലാം എനിക്ക് പറ്റണില്ല. അന്ന് നമ്മൾ ആ വെബ് സീരീസിൽ ഷൂട്ടായിരുന്നു. അതിലൊരുപാട് കമന്റ് വന്നു ചേച്ചിനെ എടുത്ത് കറക്കണം. പെരേര ഇങ്ങനെ കറക്കിയില്ല അന്നേരം